Namah Shivaya. Om 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 Namah Shivaya. മച്ചാമരക്കേരി വട ഒരു പാക്ഷൻ ബ്ലോഗ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നിൽക്കുന്നത് ഒരു എണ്ണപ്പനത്തോട്ടത്തിലാണ്. സംഭവം എന്ന് വെച്ചാൽ ഇവിടെ ഒരു ശ്രീലങ്കയിൽ നിന്ന് വന്ന സ്വാമിയുണ്ട്. സ്വാമി എന്തുകൊണ്ടാണ് ഈ എണ്ണപ്പനത്തോട്ടത്തിൽ ഒരു അമ്പലം നിർമ്മിച്ചതും അവിടെ തപസ്സിരിക്കുന്നതും മാത്രമല്ല പല രോഗത്തിനും ചികിത്സക്കുള്ള ആയുർവേദ മരുന്നും ഇദ്ദേഹത്തിനടുത്തുണ്ട്. ഇതാണ് എണ്ണപ്പനത്തോട്ടം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണ് സ്വാമി ഇരിക്കുന്നത്. അപ്പോൾ ഇവർ പണ്ട് തുടങ്ങി ശ്രീലങ്കയിൽ നിന്ന് ചെറുപ്പനാൾ തുടങ്ങി ശ്രീലങ്കയിൽ നിന്ന് വന്നാന്നൊക്കെ പറയണത്. ഇതുകൊണ്ട് ഇവിടെ ഇങ്ങനെ കംപ്ലീറ്റ് എണ്ണപ്പനത്തോട്ടം ഉണ്ട്. എങ്ങനെ കിടക്കണത് കണ്ടാ അട്ടിപ്പൊള്ളിയെന്ന് വെച്ചാൽ വേറൊരു നല്ലൊരു മൂഡ് സ്ഥലമുണ്ട്. അപ്പോൾ നമുക്ക് ഈ വഴി കൂടി വേണം അങ്ങോട്ട് പോകാൻ. അപ്പോൾ നമുക്ക് നേരെ ശ്രീലങ്കൻ സ്വാമിയുടെ അടുത്തേക്ക് പോകാം. മച്ചാമാർ ഇതുണ്ട് ഇങ്ങനത്തെ ഒരു സ്ഥലത്തൂടെയാണ് നമ്മൾ പോകണം. അപ്പോൾ നമ്മൾ വന്ന വഴിക്കേ ഇത് മറ്റേ എണ്ണപ്പനയുടെ കായാന്നാണ് പറഞ്ഞത് കേട്ടോ. അങ്ങനെ കിടക്കണേണ്ട. അത് മാത്രമല്ല ഈ വഴി കൂടി ആനയൊക്കെ വന്ന സ്ഥലമാണ്. ഇത് കണ്ട ഹെവി റൂട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ സ്വാമീനെ തേടി കണ്ട. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ വന്ന വഴിക്ക് ഇതേ നമ്മുടെ ചേട്ടൻ കണ്ട എണ്ണപ്പനക്കായൊക്കെ വെട്ടി ഇതൊക്കെ ജീപ്പിനോടുള്ള കാഴ്ച ഉണ്ടാ കാണുന്നത്. ചേട്ടാ നമസ്കാരം, പേരെന്താണ്? അരുൺ ഭായ് അല്ലേ? ഇത് ആടിന് കൊടുക്കും അല്ലേ? അല്ലേ അപ്പോൾ ഈ കാത് ഇവിടെ വെട്ടി വെച്ചിട്ടുണ്ട് കണ്ട. ഈ കായാണ് നമ്മളെ പാം ഓയിലൊക്കെ ആയിട്ട് വന്നത് എന്താ. നമ്മൾ വന്ന വഴിക്കേ ഇത് കണ്ട നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ കാണാം ഇങ്ങനെ 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 കിടക്കാൻ കാണാം. അതെന്താ സംഭവം എന്ന് വെച്ചാൽ ഈ മരങ്ങളൊക്കെ മുറിച്ചിട്ടേക്കണേ. ഞാൻ സൂം ചെയ്ത് കാണിച്ചാൽ ശ്രദ്ധിച്ചിരിക്കണേ. ഇത് കണ്ട കണ്ടാ ഇതൊക്കെ മരങ്ങളാണ് കണ്ടാ. മരങ്ങളിങ്ങനെ മുറിച്ചിട്ടേക്കണ കാഴ്ചകളാണ് നിങ്ങൾ. അടിപൊളി സ്ഥലമുണ്ടോ, സൂപ്പർ സ്ഥലമാണ്. അങ്ങനെ നമ്മൾ സത്യപാറ കുന്ന് എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇതുണ്ടോ ഇതാണ് ശ്രീ സത്യപാറ അമ്പലം. അപ്പോൾ ഇതൊരു വനത്തിൻ്റെ ഉള്ളിലാണ് ഈ ശ്രീ സത്യപാറ അമ്പലം ഇരിക്കുന്നത്. സ്വയംഭൂവായിട്ട് ഇരിക്കുന്ന ഒരു അമ്പലമാണ്. സ്വയംഭൂവായിട്ടാണ് ഈ പാറ തന്നെ പൊങ്ങി വന്നതാണ് ഐതിഹ്യം. അപ്പോൾ നമുക്കിതേ ഈ വഴി കൂടി വേണം അങ്ങോട്ട് പോകാൻ. അപ്പോൾ എന്തായാലും നമുക്ക് യാത്ര തുടരാട്ടോ. നമഃ ശിവായ. ഓം 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 നമഃ ശിവായ. ഇതാണ് അമ്പലം കണ്ട. ഇല്ല സ്വാമിയോട് ഇരിപ്പുണ്ട് കണ്ട. ഇത് സ്വയംഭൂവായിട്ടുള്ള ഒരു പ്രതിഷ്ഠയാണിത്. അപ്പോൾ എന്തായാലും ഇതൊരു വലിയൊരു എസ്റ്റേറ്റിലാണ് സംഭവം ഇരിക്കുന്നത് കണ്ട. ഇവിടെ ഗണപതി ഭഗവാനുണ്ട് കണ്ട. ഇങ്ങനെ ഇതുപോലത്തെ ഒരു വലിയൊരു എസ്റ്റേറ്റ് കാടിൻ്റെ മുകൾ ഭാഗത്തായിട്ടാണ് ഈ അമ്പലം ഇരിക്കുന്നത്. അത് മാത്രമല്ല ഇവിടെ മറ്റേ നമ്മുടെ അപ്പൂപ്പനൊക്കെ ഉണ്ട് കണ്ട. ഒരു ഹിന്ദു ആചാരപ്രകാരം പഴയ നമ്മുടെ അഗസ്ത്യ മുനിയൊക്കെ ഉണ്ടല്ലോ, അവരുടെ ഒരു സമ്പ്രദായവും ആചാരങ്ങളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല ഇത് കണ്ടതേ നന്ദി പ്രതിഷ്ഠയാണ്. ഇത് കണ്ട നന്ദിൻ്റെ പ്രതിഷ്ഠയാണ്. ഇതാണ് സ്വാമി. നമുക്ക് അടുത്തേക്കല്ല. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം അഗസീശ്വരായ നമഃ. ഓം കുംഭമണിനാഥനായ നമഃ. ഓം നമഃ ശിവായ. ഓം ശങ്കരനാരായണയേ നമോ നമഃ ശിവായ. ബ്രഹ്മായ ദിവ്യായ നമോ നമഃ ശിവായ. സകലധർമ്മധ്യാനം കാര്യസിദ്ധേനും ശ്രീനും ഓം നമഃ ശിവായ. ലോകജനങ്ങൾക്കും ലോകമെമ്പാടും ജീവരാശികളെ കാരുണ്യത്തിനായ ഓം മഹാസംഭവം ശിവസുഖനായ ഓം നമഃ ശിവായ.
ഓം നമഃശിവായ. അഗസ്ത്യമുനിയുടെ ഗുരുസ്ഥാപനമായിട്ട് സത്യപ്പാറയിൽ നിന്ന് നമ്മൾ എല്ലാ ജനങ്ങൾക്കും ഒരു ഉപായ സന്ദേശം കൊടുക്കുകയാണ്. നമ്മൾ ഇത്ര കിലോമീറ്റർ ഇറങ്ങി വന്ന് നമ്മൾ ഈ സത്യപ്പാറ എന്നൊരു ക്ഷേത്രത്തിലേക്ക് വരണമെങ്കിൽ നമ്മൾ വരുന്ന റൂട്ടുകൾ ആദ്യം പറയുകയാണെങ്കിൽ പൊന്നൂരിൽ നിന്ന് കറക്റ്റ് 14 കിലോമീറ്ററാണ് സത്യപ്പാറ ശരി ഈ അമ്പലം ഉള്ളത്. അതേപോലെ അഞ്ചൽ വിളക്കുപാറ വന്നിട്ട് അവിടെ നിന്ന് നേരെ 4 കിലോമീറ്ററാണ് വിളക്കുപാറയിൽ നിന്ന് വരുമ്പോൾ. അതേപോലെ ഇടമണ്ണുപ്പത്തിനാളിൽ നിന്ന് വരുമ്പോൾ ഒരു 7 കിലോമീറ്റർ ഉണ്ട് ഈ സത്യപ്പാറ ക്ഷേത്രത്തിലേക്ക് വരാനുള്ള വഴികളാണ്. സ്വാമി അത് മാത്രമല്ല, ഇത് ഐതിഹ്യം എന്ന് വെച്ചാൽ ഇത് ശിവനാണോ? ഇത് തിരുമൂർത്തികളാണ്. തിരുമൂർത്തികളാണ്. ആരൊക്കെയാണത്? ഇത് ബ്രഹ്മ വിഷ്ണു ശിവൻ. ബ്രഹ്മ വിഷ്ണു ശിവൻ തിരുമൂർത്തികളാണ്. ശിവൻ മാത്രം താണ്ഡവത്തിലും ഉണ്ട്. ശിവന്റെ ഐതിഹ്യം എന്ന് പറയുന്നത് താണ്ഡവത്തിലാണ്. ഇപ്പൊ ഈ രൂപം എന്ന് പറയുന്നത് 3 രൂപങ്ങൾ ഇവിടെ ഉണ്ട്. ശിവന്റെ ഒരു അവതാരമാണ്. 64 അവതാരത്തിൽ തിരുമൂർത്തികളായിട്ട് 3 പേരും ഒരു സങ്കല്പത്തിൽ വരാൻ കാരണം പരശുരാമറാണ്. പരശുരാമർ അമ്മയെ ഈ മുത്തുമാരിയമ്മൻ എന്നൊരു ചരിത്രം ഉണ്ടല്ലോ തമിഴ്നാട്ടിൽ. അതിന്റെ ചരിത്രം പറയുകയാണെങ്കിൽ അമ്മയെ തലയെ കൊയ്ത ശേഷം അമ്മയുടെ സാപം നീങ്ങണം. അത് നമ്മുടെ ചരിത്രം എല്ലാവർക്കും അറിയാം. അതിനെ പറയണമെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. അതുകൊണ്ടല്ലോ എല്ലാവർക്കും അറിയാവോ. അപ്പോൾ അങ്ങനെ ഈ അമ്മ തല കൊയ്ത ശേഷം അമ്മയെ തിരിച്ച് വേണമെന്ന് പറഞ്ഞു. അമ്മയെ തിരിച്ച് കിട്ടിയല്ലോ. അതാ മുത്തുമാരിയമ്മ എന്നൊരു ചരിത്രം തമിഴ്നാട്ടിൽ ആചാരത്തിൽ ഇപ്പോഴും ഉണ്ട്. മുത്തുമാരിയമ്മൻ അമ്മയെന്ന് പറയുമ്പോൾ തല 2 ഉള്ളപ്പോൾ തോളിയുടെ തല എടുത്തു വെച്ചപ്പോഴാണ് മാറിയത്. അതാ മുത്തു മാരിയെന്ന് പറയും. തലയ്ക്ക് മാരിയെന്ന് പറയാം, ഈ മലയിൽ മാരിയെന്ന് പറയും. അപ്പോൾ രണ്ട് ഇതാണ്. ഈ ഈ 2 തലയും ഒരു തല താഴെ ഇരിക്കും, ഒരെണ്ണം മേലിരിക്കും. അത് നിങ്ങൾ മുത്തുമാരിയമ്മ ക്ഷേത്രത്തിൽ കാണാം. അതിൻ്റെ ഒരു ഫോട്ടോ നമുക്കിവിടെ ഉണ്ട്. എന്തായാലും ഈ സത്യപാറ ഇരിക്കുന്നത് ഒരു മലയുടെ മുകളിലാണ്. നമ്മളിപ്പോ നിൽക്കുന്നത് ഒരു മലയുടെ ഒന്നും പുറത്താണ്. ഇത് ഈ പറയുകയാണെങ്കിൽ ഇതിന്റെ ചരിത്രം പറയുകയാണെങ്കിൽ ഒരു ഉരുളി കമത്തി വെച്ചാൽ അതിന്റെ മണ്ടയിൽ നമ്മൾ നിൽക്കുന്ന പോലെയാണ്. ഇത് നാളെ ഭാഗം നിങ്ങൾ കാണുമ്പോൾ അറിയാലോ മലപ്രദേശത്തിന്റെ ഒരു കണക്ക്. പിന്നെ വേറെ കാര്യം ചോദിച്ചോട്ടെ, സ്വാമി ശ്രീലങ്കയിൽ നിന്നാണോ വന്നേക്കുന്നത്? അതെന്താ സംഭവം? ശ്രീലങ്കയിൽ അത് ഇവിടെ വരാനൊരു 1970-76 ഞങ്ങൾ വന്നത്. അപ്പൊ ഇവിടെ ഇന്ദിരാഗാന്ധിയുടെ പീരീഡിലാണ് ഇത്. ലാൽ ബഹദൂർ ശാസ്ത്രിയും അങ്ങനെ ഒപ്പന്തത്തിൽ ഈ തോട്ടമേഖല ഞങ്ങൾ വന്നവരാണ്, ജീവിക്കാൻ വന്നവരാണ്. പിന്നെ അങ്ങനെ വന്നപ്പോൾ ഈ തോട്ടമേഖലയിൽ നമ്മൾക്കിങ്ങനെ ഒരു ചരിത്രം കിട്ടിയത്. അതിൻ്റെ കൂടെ സത്യപ്പാറ എന്ന് പറഞ്ഞാൽ ആയിരുന്നല്ലൂർ എന്നൊരു സ്ഥലമുണ്ട്. അപ്പം ഈ ചരിത്രം പറയുമ്പോൾ അഗസ്ത്യമുനി ഈ പരശുരാമർ വരുമ്പോൾ കോപത്തോടു കൂടി ഇരിക്കുക, കടും കോപത്തിലും പിന്നെ തണ്ടകത്തോടു കൂടി ഇങ്ങനെ ഇരിക്കുന്നപ്പോൾ മളുകോടെ കൂടി ഇരിക്കുമ്പോഴാണ് അഗസ്ത്യമുനി ഇവിടെ കാണുന്നത്. ഈ പ്രകൃതിയെ കാണുമ്പോൾ എന്താണ്, കാറ്റുകളും ഭയങ്കര മഴയും ഒരു വല്ലാത്തൊരു പ്രകൃതിയിലാണ് ഇവിടെ കാണുന്നത്. അഗസ്ത്യമുനി ഉടനെ എന്ത് ചെയ്തു, പരശുരാമരെ ശാന്തപ്പെടുത്തണം എന്നുകൊണ്ട് യാഗം നടത്തിയ സ്ഥലമാണ് 1001 പേർ. അതായത് 1001 പേർ കൊണ്ട് ഋഷികളും ഋഷിമാർകളും ചേർന്ന് യാഗം നടത്തിയ സ്ഥലമാണ് സത്യക്കുന്ന്. ആ സത്യക്കുന്നാണ് ഇപ്പം ഇരിക്കുന്ന സത്യമോൾ പാറ. അപ്പം ഞാൻ വേറെ ചോദിച്ചോട്ടെ, ഈ പാറ എത്ര വരെ ഉണ്ട്? ഇപ്പൊ വളർന്നത് വലുതായെന്ന് പറഞ്ഞ സംഭവം ഇത്രേ പൊക്കം ഉണ്ടായിരുന്നു. എത്ര ഇതന്നെ ഇത്ര പൊക്കം ഉണ്ടായിരുന്നു. ഇത്രേ പൊക്കം ഒരാൾ കയറിയിരിക്കുക, അങ്ങനെ ഒരാൾക്ക് കയറിയിരിക്കുന്ന പൊക്കമാണ്. പിന്നെ ഇതെങ്ങനെ വളർന്ന് അല്ലേ? ഇത് കൺകൂടെ കാഴ്ചയാണ്. ഇവിടെ എല്ലാ ജനങ്ങളെയും നിങ്ങൾ പോയി കാണാൻ ചോദിക്കാം. ആയിരുന്നുള്ളിരിക്കുന്നവർ ചോദിക്കാം. ഇത് ആദിവാസികളൊക്കെ പണ്ട് പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ചെങ്ങന്നൂർ തറവാട്ട് ആചാരത്തിൽ പണ്ടും ഉണ്ടായിരുന്നു. 360 വർഷം മുമ്പ് രാജാക്കൾ കാലത്തിൽ ഇതിൽ രാജകൊട്ടാരം അന്ന് ആ കാലഘട്ടത്തിൽ ബ്രാഹ്മണ വംശം പൂജ ചെയ്തെന്നും അതിനു മുമ്പേ പഞ്ചപാണ്ഡവர்கள் പൂജ ചെയ്തെന്നും ഇതിന് ചരിത്രങ്ങൾക്ക് ഒരുപാടുണ്ട്. പിന്നെ ആദിവാസിയുടെ ഒരു ഗോത്രവർഗ്ഗങ്ങൾ ഇതിലുണ്ടായിരുന്നെന്നും പിന്നീട് ഇങ്ങനെ നമ്മൾ വന്നപ്പോൾ ഈ തോട്ടമേഖലയിൽ വന്ന ശേഷമാണ് ഇതിപ്പോൾ നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഭഗവാന്റെ മുന്നിൽ വന്ന് നിൽക്കാൻ പറ്റിയത് തന്നെ വളരെയധികം സന്തോഷമാണ്. അപ്പോൾ വരാൻ കഴിഞ്ഞാലും ദൈവത്തിന് അനുഗ്രഹം. ഇതിവിടെ വരാനുള്ളവർക്ക് ഓരോരോ കർമ്മം ഉണ്ടല്ലോ, ആ കർമ്മം അനുസരിച്ച് ഇവിടെ എത്തിയിരിക്കും, ഉറപ്പാണ്. അപ്പോൾ നിങ്ങൾ എറണാകുളത്ത് നിന്ന് ഇവിടെ വരണം എന്ന് വിധി ഭഗവാൻ പറഞ്ഞിട്ടാണ് നിങ്ങൾ വരുന്നത്. ഇപ്പോൾ ഒരാൾ കേട്ടറിഞ്ഞപ്പോൾ ഒരു സ്ഥലത്തിലേക്ക് എത്തണമെങ്കിൽ ആൾ വേണം, ഒരാൾ നമുക്ക് വേണം. അപ്പോൾ ഒരാളുടെ ബന്ധത്തിലാണ് നമ്മളിപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത്. ഇപ്പോൾ എന്തായാലും നിങ്ങൾ കൊട്ടാരക്കരന്ന് ഒരു ഗണപതി ഒരു ക്ഷേത്രം ഭാഗത്തിരുന്ന ഒരാളിനെയും കൂട്ടിക്കൊണ്ട് നിങ്ങൾ വരണമെങ്കിൽ എന്താണ്, ഒരു നിയോഗമാണ്. അപ്പോൾ അങ്ങനെ ഈ ചരിത്ര ഭൂമിയിലാണ് ആദിശക്തി, ആദി ഗണപതി, അഗസ്ത്യമുനി, 8 ദിക്കിലും ഭൈരവറുണ്ട്. അഷ്ടഭൈരവറാണ്. ഈ കേരളത്തിൽ എവിടെയും നിങ്ങൾ ഇതില്ല, 8 ദിക്കിലും ഭൈരവറുണ്ട്. അപ്പോൾ കറുപ്പസ്വാമി ഉണ്ട്, മലയപ്പനുണ്ട്, ബ്രഹ്മരസസ് ഉണ്ട്, യക്ഷിണി ഉണ്ട്. ഇവിടെ അഷ്ടലക്ഷ്മികളും ഉണ്ട്. ഇവിടെ എല്ലാ ജാതിക്കും വരാമോ? എല്ലാവരും വരാം. മുസ്ലിം മതം ഭേദമുണ്ട്, എല്ലാവരും വരാം, എല്ലാവർക്കും തൊഴുതു പോകാം. സ്വാമി എപ്പോഴും പറയാറുണ്ട് ലോകാസമസ്ത സുഖിനോ ഭവന്തു. അതിന്റെ സംഭവം ഒന്ന് പ്രേക്ഷകരോട് പറയാം. നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ സ്വാമി നേരത്തെ പറഞ്ഞു നമ്മൾ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. രാവിലെ എന്നിച്ച ഉടനെ നമ്മൾ സൂര്യ നമസ്കാരം ചെയ്യുക.
സൂര്യ നമസ്കാരം ചെയ്തപ്പോൾ ഈ എല്ലാവരും വരുന്നവർ ഭക്തൻ എല്ലാവരും ഞാൻ പറയുന്ന ഒരേ സന്ദേശം എന്താണെന്നറിയോ, എനിക്ക് ഇന്ന് വേണം എന്ന് നമ്മൾ ആരുടെ അടുത്ത് ഭഗവാൻ മുമ്പിൽ ചോദിക്കാൻ അവകാശമില്ല. നമ്മൾക്ക് എല്ലാം തന്നിട്ടുണ്ട്. അപ്പോൾ നന്ദി പറയണം. അപ്പോൾ എല്ലാ ലോക ജനങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക, അതിൽ നിങ്ങൾ ഉൾപ്പെടും എന്നാണ് എൻ്റെ സന്ദേശം പറയുന്നത്. എന്താണ് സ്വാമിക്ക് പറയാനുള്ളത്? ഈ ഒരു സന്ദേശമാണ്, നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അതാണ് നമ്മളിപ്പോൾ കൊടുത്തിരിക്കുന്ന വലിയൊരു സന്ദേശം. ഭഗവാൻ എന്താ പറയുന്നത്, ഭഗവാൻക്ക് എല്ലാം അറിയാം. നമുക്ക് എന്തൊക്കെ എല്ലാം തരണമെന്ന് ഭഗവാൻ അറിയാം. ഒരു നേരം ആഹാരം കഴിക്കണം, ഒരു നേരം എന്ത് ചെയ്യണം എന്ന് എല്ലാവരും നമുക്ക് തന്നിട്ടുണ്ട്. അത് നമ്മളാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളിൽ ഉള്ളിലുണ്ട് ഭഗവാൻ. എല്ലാം. സ്വാമി വേറൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ അന്നദാനമാണല്ലേ ഏറ്റവും വലിയ മഹോദയം? അന്നദാനം, അതിനെ പറ്റി എന്താണ് പറയുക? അന്നദാനം എന്ന് പറയുന്നത് എന്താ അറിയോ, ഈ കയ്യിൽ കൊടുക്കുന്ന ഈ കൈക്ക് അറിയാൻ പാടില്ല എന്നാണ്. ഏതാ ഈ വലത് കൈയിൽ കൊടുക്കുമ്പോൾ ഇടത് കൈക്ക് അറിയാൻ പാടില്ല എന്നാണ് ഒരു ചരിത്രം പറയുന്നത്. അപ്പോൾ നമ്മൾ അന്നദാനം എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ വേണ്ട എന്ന് പറയുന്ന ഏതാണ്, ആഹാരം ഒന്ന് മാത്രമേ ഉള്ളൂ. ഏതാ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ മതി എന്ന് പറയുന്നത്. ബാക്കി ദൈവം, ബാക്കി അണൈത്തും ആൾക്കാർ എന്താണ് വേണം വേണം വേണമെന്ന് പോകും. എനിക്ക് സന്ദേശം എന്താണ്, ഈ കലിയുഗത്തിൽ നമ്മൾ പല ലക്ഷം രൂപ മണ്ണിൽ കൊണ്ട് ഇട്ടു നമ്മൾ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. വീടുകളും വളരെ ഇതുകളും കെട്ടുന്നു. അത് സുഖ ജീവിതമാണ്. പക്ഷേ ഞാൻ പറയുന്നത്, നമ്മൾ കിടക്കാൻ ഒരു വീട് വെച്ചുകൊണ്ട് മറ്റ് ജനങ്ങൾക്ക് വേണ്ടി, മറ്റ് ജീവരാശികൾക്ക് വേണ്ടി ഒരു സമയം നമ്മൾ മാറ്റിയിരുത്തിക്കൊണ്ട് ചെയ്താൽ ഈ പൂർവ്വ പുണ്യത്തിൽ എല്ലാവരും ഒരു സമ്പത്തായിട്ടും നല്ല രീതിക്ക് നമ്മൾ അയച്ചുകൊണ്ട് പോകാനുള്ള സന്ദേശമാണ് ഞാൻ പറയുന്നത്. പിന്നെ വേറെ കാര്യം ചോദിക്കട്ടെ, ഇവിടെ ഈ സ്വാമി വന്നിട്ട് എത്ര വർഷമായി? 20 വർഷമായി. 50 വർഷമായി. ശ്രീലങ്കയിൽ പോകണ്ടോ? പോകണ്ടോ. 5 വയസ്സിൽ ഞാൻ വന്നു. 50 വർഷമായി നമ്മളിവിടെ വന്നിട്ട്. ഇപ്പൊ 50 വർഷമായിട്ട് 49 വർഷമായി എന്തായാലും ഇവിടെ തന്നെ നമ്മൾ ഇരിക്കുക. ഇപ്പൊ 20 വർഷമായിട്ട് ഈ പൂജ ചെയ്തുകൊണ്ടിരിക്കുന്നു. 50 വർഷമായിട്ട് നമ്മൾ ഇവിടെ കേരളത്തിലുണ്ട്. ഉണ്ട്. അപ്പൊ അതുവരെ ഈ സാധനം ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഭഗവാന്റെ എന്താണ് സംഭവം? ഇത് സ്വയംഭമായിട്ട് നമ്മള് പരശുരാമർക്ക് ജീവമുക്തി കൊടുക്കുകയല്ലേ. ഇത് സ്വയംഭൂ, അതായത് താനെ വരുന്ന കല്ലാണ് കാണുന്ന പ്രേക്ഷകരെ. ഇത് ഇത്രത്തോളമായി. ഇത് ഇവിടം വരെ ഉണ്ടായാലേ, ഈ ഭാഗം വരെ ഉണ്ടായാല് സ്വാമി പൂജിക്കാൻ നേരത്തെ ഈ ഭാഗം വരെ ഉണ്ടായാലും നമ്മള് പൂജിക്കാണ്ടിന്റെ മേല് വരെ ഈ അളവ് വരും. പിന്നെ അതാ പഠിപ്പിച്ചത്. പിന്നെ അത് ഇങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കും. അപ്പൊ ഇതൊക്കെ പറയുമ്പോ ചില ആൾക്കാർ വിശ്വസിക്കില്ല. ഇന്നത്തെ കാലത്ത് ഇതൊക്കെ ഉണ്ടോ എന്നൊക്കെ ചോദിക്കും. അപ്പൊ അതിന് അവരോടൊക്കെ എന്താ മറുപടി? അവർക്ക് പറയുന്നത് എന്താ അറിയാവോ, ഓരോരുക്കും ഒരു വിശ്വാസമുണ്ട്. അപ്പൊ ഞാൻ പറയുന്ന വേറെ ഒന്നല്ല, നമ്മൾ പറയല്ലേ ഏതാ ഈ രാഷ്ട്രഗണം, അഷ്ടഗണം, ദേവഗണം എന്ന് പറയുന്നത്. ഇപ്പൊ ഇതിൽ ഓരോരുത്തരും നമ്മൾ ജനനം എടുത്തിരിക്കുന്ന ഒരു ഇതിലാണ് നമ്മൾ ആ ഓരോരുത്തരും ശൈലി എടുത്തുകൊണ്ടിരിക്കുന്നത്. ഓരോരു പറയും ഉള്ളിലുണ്ട് എല്ലാം ദൈവം, എല്ലാ മനുഷ്യർക്കും ദൈവം ഉണ്ട്. അവരെന്താണെന്നറിയാം, ഉള്ളിൽ ചെയ്യും, വെളിയിൽ കാണിക്കില്ല. ചിലർ വെളിയിൽ കാണിക്കും, ഉള്ളിൽ ഇല്ലാത്തതുപോലെ. അപ്പോൾ അത് സന്ദേശം എല്ലാവർക്കും ഉള്ളതാണ്. എല്ലാവരും എന്നിച്ച് ഉടനെ ആറ് എണ്ണിക്കുന്നു. ഉടൻ തന്നെ സൂര്യഭവനെ പൂജിക്കുന്നല്ലോ. സൂര്യനില്ലെങ്കിൽ വെട്ടമുണ്ടോ ഇവിടെ? അപ്പോൾ ഈ പഞ്ചാസര ഭൂമി എന്ന് പറയുന്നത് നമ്മൾ പഞ്ചലോകത്തിലെ കാറ്റ്, നീര്, ആകായം, ഭൂമി ഇതെല്ലാം നമ്മൾ അറിയുന്നുണ്ടോ? ഇല്ലല്ലോ. ഭൂമി നമ്മൾ അറിയാം, ആകായം അറിയാം. കാറ്റ് നമ്മൾ പിടിച്ചെടുക്കാൻ പറ്റുമോ? വെള്ളം പിടിച്ച് നുള്ളിയെടുക്കാൻ പറ്റുമോ? കയ്യിലെടുക്കാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ പ്രകൃതിയിൽ നമുക്ക് സന്ദേശം ദൈവമാണ്. ദൈവം ഇല്ലാതെ ഒരു ഇതും നമ്മൾ ലോകത്തിലില്ല. ഈ പ്രപഞ്ചം തന്നെയാണ് ദൈവം. ഇതാണ് പ്രപഞ്ചം എന്ന് പറയുന്നത്. അത് അണ്ടസരാസരത്തിൽ നമ്മൾ കണ്ടോണ്ടിരിക്കില്ല. ദീപം കണ്ടോ? ഇതാണ് സാക്ഷി. സത്യപ്പാറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്നാൽ ഉള്ളത് ഓപ്പണായിട്ട് പറഞ്ഞിരിക്കും, സത്യം തെളിഞ്ഞിരിക്കും. കോടതിയിലെ ഇപ്പോൾ കോടതി ഉള്ളതല്ലേ, ഇപ്പോൾ എല്ലാവരും ഉണ്ടല്ലോ. പരശുരാമർക്ക് മുക്തി വരണമെങ്കിൽ ആളാണ് തിരുമൂർത്തികൾ 3 പേര് വരണം. ബ്രഹ്മ, വിഷ്ണു, ശിവൻ വരണം. കാത്തൽ, അളിത്തൽ ഇതെല്ലാം വരണം. അപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ ഇതെല്ലാം സന്ദർശിച്ച് വരുമ്പോഴാണ് ഈ സത്യം എന്ന് ഒരു ഭാഗത്തിലേക്ക് നമ്മൾ തെളിയിച്ച് കാണിക്കുന്നത്. അത് മാത്രമല്ല പ്രേക്ഷകർ, ഇവിടെ ഭയങ്കര കാറ്റാണ് കേട്ടോ. എനിക്കൊരു അത്ഭുതം തോന്നിയ സംഭവം എന്ന് വെച്ചാൽ, ഇവിടെ കാറ്റെന്ന് പറഞ്ഞാൽ ഭയങ്കര കാറ്റാണ്. ഒരു രക്ഷയില്ലാത്ത കാറ്റാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മരമൊക്കെ കിടന്ന് ആടണേ. ഇവിടെ റബ്ബറും തോട്ടവും ഇതൊക്കെയാണ് കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ഇതൊക്കെ ആടിക്കൊണ്ടിരിക്കുന്നുണ്ടാ. അത്ര കാറ്റാണ് ഇവിടെ. എന്നിട്ടും ഇവിടുത്തെ ഈ ദീപം ഇപ്പോഴും കത്തിക്കൊണ്ടിരിക്കുന്നത് അത് വളരെയധികം അത്ഭുതം തന്നെയാണ്. തീർച്ചയായിട്ടും ശരിയല്ലേ? അപ്പോൾ ചിലവർ ഓർക്കുന്നത് ഈ സാധനം വെച്ചേക്കൊണ്ടാണ്. അതായത് ഇവിടെ സ്വാമി മറ വെച്ചിട്ടുണ്ടല്ലോ, മറ വെച്ചേക്കൊണ്ടാണ് ഇത് കത്തനെന്ന് ഓർക്കും. നന്ദികേശനാണ് ഈ തിരിയൊക്കെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. അതാ നന്ദികേശനെ നമ്മൾ പൂജ ചെയ്യുന്നത് വെളുത്തവാവ്, പാള്, മഞ്ഞപ്പൊടി, അരിപ്പൊടി, പിന്നെ നിവേദ്യം വന്നിട്ട് ആ അരി പൊടിച്ച് അത് നമ്മൾ നിവേദ്യമായിട്ട് നാട്ടു ശർക്കര കൊണ്ട് അവനെ അഭിഷേകം ചെയ്യും. പാളഭിഷേകം, ഭസ്മാഭിഷേകം, മഞ്ഞൾപ്പൊടി എല്ലാ അഭിഷേകങ്ങളും ഉണ്ട്. ഈ അമാവാസയ്ക്ക് 3 ദിവസത്തിന് മുമ്പേയും വെളുത്തവാവിന് 3 ദിവസം മുമ്പിലും ഈ പ്രദോഷ കാലം വരും. അപ്പം നന്ദിക്ക് പ്രധാന പൂജയാണ് നമ്മൾ. അത് ജനങ്ങൾ നമുക്ക് എന്തൊക്കെ പറയുന്നോ അതനുസരിച്ച് ആ പൂജയും കാര്യങ്ങളൊക്കെ
അവർക്ക് വേണ്ടി പ്രാർത്ഥനയായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. ഇത് ഇനി എന്താണ് സംഭവം? ഏതാ നന്ദികേശന്റെ പൂജ? നന്ദികേശൻ ഇനി പ്രദോഷത്തിന് പൂജയുണ്ട്. പ്രദോഷം വരുമ്പോൾ വരുന്ന അടുത്ത ഇപ്പം കർത്തവാവ് തുടങ്ങിയല്ലേ, കർത്തവാവ് തുടങ്ങി വെളുത്തവാവിന് 3 ദിവസത്തിന് മുമ്പേ. അപ്പോൾ ഈ 3 ദിവസം എന്ന് പറയുമ്പോൾ 15 ദിവസം ഈ പ്രേക്ഷകർ കാണുന്നവർക്ക് ഏത് മാസമെന്ന് പറയാൻ ഞാൻ പറഞ്ഞു. പ്രദോഷ പൂജ വരുന്ന 7-ാം തീയതി വൈകിട്ട് 4:30 തൊട്ട് 6 മണി വരെ ഇവിടുത്തെ അഭിഷേകം കാര്യങ്ങളും മഞ്ഞപ്പൊടി, പാല്, തേന്, പിന്നെ എല്ലാ അഭിഷേകങ്ങളും ചെയ്ത് നമ്മൾ ഈ എല്ലാ ജനങ്ങൾക്ക് വേണ്ടി ആ പ്രാർത്ഥന വെക്കും. വരുന്നവർ തന്നെ നമ്മൾ ചെയ്ത് പൂജ ചെയ്ത് കൊടുക്കുകയും ചെയ്യും. അതിന് പാല്, വെറ്റിലപ്പാക്ക്, താമ്പളം. ഇവിടുത്തെ വ്യത്യസ്ത പൂജ എന്ന് പറയുമ്പോൾ വെറ്റിലപ്പാക്ക്, പഴങ്ങൾ പൂജയാണ്. പായസം വഴിപാടുണ്ട്, പാൽപായസമുണ്ട്, കരിമ്പായസമുണ്ട്, ഇങ്ങനെ പൂജയൊക്കെ ഉണ്ട്. പിന്നെ നമ്മളിപ്പം പറയാനുള്ളത് ജനങ്ങൾ എന്താ പറഞ്ഞാൽ ഈ എല്ലാവർക്കും വേണ്ടി വരാൻ പറ്റുന്നില്ലെങ്കിലും വെറും 10 രൂപ നമുക്ക് അയച്ചു കൊടുത്താൽ മതി. എന്താണ് അവരുടെ പേരിൽ നമ്മൾ ഒരു ദീപം തെളിയിക്കുക. ചിലപ്പോൾ അതിനെ ഒരു 500 രൂപ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഒരു ഭഗവാന് വേണ്ടി ഒരു അഭിഷേകം ചെയ്തു അവർക്ക് പൂജ ചെയ്യുക. അവർക്ക് വേണ്ടി നമ്മൾ ഇവിടെ വിളക്ക് തെളിയിച്ച് അവരുടെ പേര് നമ്മൾ അർച്ചന ചെയ്തു പോകും കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഈ പൂജ. അപ്പോൾ വ്യത്യസ്തം എന്ന് പറയുമ്പോൾ തേങ്ങ, വെറ്റിലപ്പാക്ക്, താമ്പളങ്ങൾ ചെയ്ത് പൂജ ചെയ്യും. പാലഭിഷേകം ചെയ്യുകയാണെങ്കിൽ ചെയ്യാം, വസ്ത്രം ചെയ്യാം. പാലഭിഷേകം ഇവിടെ ഈ പശുവിന്റെ പാൽ മാത്രം, പശുവിന്റെ പാൽ മാത്രമാണ്, വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഭസ്മം വാങ്ങിച്ചു തരികയാണെങ്കിൽ, ഭസ്മം 2 കിലോ 3 കിലോ അയച്ചു തരികയാണെങ്കിൽ അത് ഞാൻ പൂജിച്ചിട്ട് അവരുടെ അഡ്രസ്സിലേക്ക് അയച്ചു കൊടുക്കും. പിന്നെ തേണ്, കരിക്ക, കരുമ്പുണ്ടല്ലോ, കരുമ്പിൻ്റെ ചാറ് ഒളിക്കാം, അതിനൊക്കെ അഭിഷേകങ്ങളാണ്. ഇതിൽ 5 സൈസ് എണ്ണ അഭിഷേകം ചെയ്ത് നമ്മൾ ആൾക്കാർക്ക് കൊടുക്കാം. അവർക്ക് കൈകാൽ വേദനയ്ക്ക് നമ്മൾ അത് തേച്ച് കൊള്ളാനും പിന്നെ നമ്മൾ കുടിക്കാനൊക്കെ ചെയ്യാം, നല്ലതാണ്. ഇതിൽ പറയുന്നിരിക്കുന്നത് 5 പഞ്ചഭൂതങ്ങൾ 5 സൈസ് എണ്ണ അഭിഷേകം ചെയ്ത ആൾ വർഷത്തിൽ ഒരിക്കലും ചെയ്യാവൂ. അത് ഇവിടെ കൊണ്ട് ഇടിച്ച് നമ്മൾ അത് അഭിഷേകം ചെയ്ത് അത് കൊടുക്കാൻ ഈ മന്ദബുദ്ധി അങ്ങനെയുള്ളവർക്ക് ഇത് ഉപകാരമായിട്ട് നമ്മൾ കഴിക്കണം. അവർക്ക് അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ മാറും. പിന്നെ അതേപോലെ രുദ്രാസ മണികൾ കൊണ്ട് നമ്മൾ വെള്ളത്തിലിട്ട് അത് നമ്മൾ പിന്നെ കുടിക്കാം രാവിലെ എന്നുവെച്ച്, അതൊക്കെ ഇവിടെ സന്ദേശമുണ്ട്. അപ്പം ഞാൻ ചോദിക്കുന്നത് ഈ ഇറച്ചി മീനൊക്കെ കൂട്ടാം, ഇറച്ചി കൂട്ടണുള്ളതാണ് ഏറാ അല്ല, അത് ഇപ്പൊ ഈ അമ്പലത്തിൽ വരുമ്പോൾ കൂട്ടിക്കൂടാ എന്നാണ്. രുദ്രാസം ചെയ്യുമ്പോൾ ഒറ്റ ഇത് നമ്മളത് പറയാൻ പാടില്ലെന്ന് പറയും. മറ്റു മതക്കാരും ഉണ്ട്. ഞാൻ അതിനെ വെറ്റിതരല്ല. നമ്മൾ ഈ ആചാരത്തിൽ പറയുകയാണെങ്കിൽ ഈ പശു എന്നൊരു പാകം നമ്മൾ കടക്കണ്ടെന്നാണ് നമ്മൾ പറയുന്നത്. പിന്നെ അത് ഇറച്ചി കഴിച്ചുകൂടാ. ബീഫ് അതാ ബീഫാന്ന് പറയുന്നത് മൊത്തത്തിൽ. ചിക്കനൊക്കെ വേണേ, ബീഫും മറ്റേതെല്ലാം രണ്ടും ഉണ്ടല്ലോ, പോത്തായാലും മറ്റേതായാലും നമ്മൾ കഴിക്കാൻ പാടില്ലല്ലോ. ചിക്കനൊക്കെ കഴിക്കാനൊന്നുമില്ല. അത് ഈ അവര് ഇതില് ഇട്ടുകൊണ്ട് അവര് കഴിക്കുമ്പോൾ അത് വേറെ. നമ്മളെ പോലുള്ളവര് ആചാരത്തിൽ അടിസ്ഥാനത്തിൽ ഇരിക്കുമ്പോൾ ഓരോരുത്തരും ഓരോ ശൈലിയുണ്ട്. ഇപ്പോൾ നമ്മൾ ക്രിസ്ത്യാനിസും ഉണ്ട്, നമ്മളത് വേണ്ടെന്നല്ല, ഈ തരിക്കാം. അതാണ് ഈ അസുരഗണം ദേവഗണം എന്ന് പറയുന്നത്. ഈ 2 ഭാഗത്തിലേക്ക് നമ്മൾ അവർ അസുരഗണത്തിലിരിക്കുമ്പോൾ അവരത് കഴിക്കുന്നു. അതിനെ നമ്മൾ തരിക്കാനും ഇല്ല. നമ്മളത് ആർക്കും വേണ്ടെന്ന് പറയില്ല. ഈ ലോകത്തിലെല്ലാം നമുക്ക് വേണ്ടി സൃഷ്ടിച്ചിട്ടുള്ളതാണ്. നമുക്ക് ഓരോരുത്തരും ഓരോ ഘട്ടങ്ങൾ എടുത്തുകൊണ്ട് ജീവിക്കുക. ഇപ്പോൾ എനിക്ക് ഇതിന്നത് വേണം, ഈ ഇന്നാർക്ക് ഇന്നത് വേണമെന്ന് പറയുന്ന പോലെ നമ്മൾ അവിടെ നിർബന്ധം നമുക്ക് ആർക്കും ഇല്ല. യാർ വേണമെങ്കിലും തരിക്കാം, യാർ വേണമെങ്കിലും അത് പൂജിക്കാം. രുദ്രാസം മണിക്ക് യാതൊരു തടസ്സവും ഇല്ല. പെണ്ണുങ്ങളായാലും നമ്മൾ ഇട്ടുകൊണ്ടിരിക്കാം. അതേപോലെ ഈ അഷ്ടമി ഉണ്ടല്ലോ, അഷ്ടമിയിൽ ഭൈരവർക്ക് പൂജയുണ്ട്. കുമ്പളങ്ങ മുറിച്ച് വെച്ച് ചുമന്ന തിരിയിലാണ് വിളക്ക് കത്തിക്കുന്നത്. അതിന് പ്രത്യേകമുണ്ട്. ദേവിക്ക് ആദിശക്തിക്ക് ഒരു പൂജ ഉണ്ട്. അത് ഈ പിന്നെ അരി വടാകപ്പൊടി കൊണ്ട് നമ്മൾ അഭിഷേകം ചെയ്യും. അതിന് ആദിശക്തി എന്ന് പറയുമ്പോൾ നവശക്തികളാണ്. ഇവിടെ വടക്കോട്ട് നോക്കിയിരിക്കുന്ന ദേവി, വടക്ക് നോക്കിയിരിക്കുന്ന ദേവിക്ക് കുരുതിയും പിന്നെ അവിടുത്തെ നാരങ്ങമാല അങ്ങനെ ചാർത്തിക്കൊണ്ട് അതിന് പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ ചെന്ന് നമ്മൾ കല്യാണത്തിൻ്റെ കുട്ടികളില്ലാത്തവർ പിന്നെ അസുഖമുള്ളവർ ഇങ്ങനെ ഓരോരോ കാര്യവും പറഞ്ഞ് അവിടെ നമ്മൾ ആ പൂജ ചെയ്തിരിക്കും. അപ്പോൾ എല്ലാവരെയും നമുക്കൊന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്താം. അതേപോലെ എൻ്റെ ഫോൺ നമ്പർ ആണെങ്കിൽ 94 അത് ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ സ്വാമിയുടെ ഫോൺ നമ്പർ ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ആവശ്യമുള്ളവർ സ്വാമിനെ വിളിക്കുക, സ്വാമിനെ കാണുക. അപ്പോൾ നമുക്ക് സ്വാമി എന്തായാലും നമുക്ക് എല്ലാവരെയും ഒന്ന് പരിചയപ്പെടുത്തി കൊടുത്തേക്കാം. ഗണപതിയും അല്ലേ, ഭൈരവനും എല്ലാവരും ഉണ്ടല്ലോ. ഇതിലുള്ള നന്ദി കണ്ടോ, നിങ്ങൾ ഇരിക്കുന്ന ഒരു പ്രത്യേകമായിട്ടാണ്. നന്ദിക്ക് ഒരു പ്രത്യേകത അല്ലേ, സ്വയംഭൂവായിട്ടിരിക്കുന്ന രീതിയിൽ തന്നെ സ്വയംഭൂവായിട്ടുള്ള നന്ദിയാണ്. ഞാൻ അമ്പലത്തിലൊക്കെ കണ്ടേക്കണത്, ശിവന്റെ അമ്പലത്തിലൊക്കെ കണ്ടേക്കണത് നന്ദി ഒറിജിനൽ നന്ദിക്കാള കാളയായിട്ട് കാണും. ഇപ്പൊ നിങ്ങൾ കാണുമ്പോൾ അറിയാലോ ഈ രൂപം എങ്ങനെ ഇരിക്കുന്നു. കിടപ്പിൽ എങ്ങനെ ഒരാള് ഇങ്ങനെ കിടക്കുന്ന രീതിയിലാണ്. അതെ. പിന്നെ ഈ കെടാവിളക്ക് സ്വാമിയെ കണ്ടൊന്നും പണിയിപ്പിച്ചല്ലേ? നമ്മൾ പണിയിച്ച് കൊണ്ടുവന്നത്. അത് എവിടെ? അത് തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്നത്, തെങ്കാശി. തമിഴ്നാട് തെങ്കാശി. അതിന് ഐതിഹ്യം വല്ല ഉണ്ടോ? അത് ഞാൻ ഒരു അഗസ്ത്യകൂടത്തിലേക്ക് പോയപ്പം അവിടെ കണ്ട്. അതിനുശേഷം എനിക്ക് ഇവിടെ ഒരെണ്ണം വയ്ക്കണം എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ ഞാൻ പറഞ്ഞ് അത് ചെയ്യിപ്പിച്ച് കൊണ്ടുവന്ന. ഓം ഗണപതേ നമഃ, ഓം മഹാ വിഘ്നേശ്വരായ നമഃ,
ஓம் ஆதி கணபதியே நமக, ஓம் மூலாதார கணபதியே நமக, ஓ கன்னிமூல கணபதியே நமக, ஓம் மகா கணபதியே நமக, ஓம் கணநாதாயே நமக, ஓ விக்னேஸ்வராய நமக, ஓ வினதீர்ப்பனாய நமக, ஓம் சந்தேஷ கணபதியே நமக, ഓം ആദി സത്യപര മഹാദേവായ ഗണപതേ നമോ നമഃ ശിവായ. ഇവിടെ ഇരിക്കുന്ന ഗണപതി മനുഷ്യാണ്ട രൂപത്തിലാണ്. അപ്പോൾ ഇത് നമ്മൾ ഈ ഒരു പീഠമായിട്ടാണ് വച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ജനങ്ങൾ ഈ 2027 ശേഷം നമുക്കൊരു ക്ഷേത്രങ്ങളായിട്ട് പണിയാനും അതിനുള്ള തത്വമായിട്ട് അതിനുള്ള സമ്പത്തുകളും കാര്യങ്ങളും വരികയാണെങ്കിൽ നമ്മൾ ഒരു പിന്നെ ഒരു ഗണപതി രൂപമായിട്ട് നമ്മൾ വയ്ക്കാമുള്ള ഇതിലിരിക്കുകയാണ്. അത് ജനങ്ങളുടെ പരിധി എങ്ങനെ ഉണ്ടോ അതനുസരിച്ച് നമുക്ക് ചെയ്യും. ഇപ്പൊ ഗണപതിയുടെ പ്രതിഷ്ഠ ഇങ്ങനെയാണ്. ആദി ഗണപതി മനുഷ്യാണ്ട രൂപത്തിലാണ്. ഈ ഗണപതി പവർ കൂടുതലാണ്. ആദി ഗണപതി ചെയ്യുമ്പോൾ സത്യക്ക് കാവലാട്ടി നിന്ന് ഒരു ഇതാണ് ഇവിടത്തെ. അപ്പൊ ഇതാണ് അല്ലെ ആ ഗണപതി ഭഗവാൻ. ശ്രീ ഗണപതിനെ എല്ലാവരും പ്രാർത്ഥിച്ചോളൂ. എല്ലാവർക്കും നന്മ പറ്റേ. നമ്മളെ ഈ പരിപാടി കാണുന്നവർക്കൊക്കെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഇത് അഗസ്ത്യമുനിയാണ്. അഗസ്ത്യമുനി അല്ലെ? ഇതാണ് അഗസ്ത്യമുനി. അഗസ്ത്യമുനിയുടെ ഇതാണ്. ഇത് ശരിക്കും ഫോട്ടോ ആണ് അഗസ്ത്യമുനിയുടെ ഫോട്ടോ ഇതാണ്. നമ്മൾ പാവണാസത്തില് തിരുവനന്തപുരം ഇതിലിരിക്കില്ല, പാവണാസ അഗസ്ത്യമലയിലിരിക്കുന്ന അതേ രൂപം. ഇതാണ് അഗസ്ത്യമുനിയുടെ ഒറിജിനൽ രൂപം. ആ ചൈതന്യം അല്ലെ നല്ല പവറായിട്ട്. ഓം അഗസ്തീശ്വരായ നമഃ, ഓം ഗുരുവേ നമഃ, ഗുരു സാക്ഷാറായ നമഃ, ഓം ഗുരു നമയേ നമോ നമഃ ശിവായ നമഃ. ആദിശക്തി അല്ലേ? ആദിശക്തി എന്ന് പറയുമ്പോൾ ലോകത്തില് നമ്മൾ സത്യം എന്ന് പറയുന്നത് ഭൂമിയാണ്. നമ്മളിപ്പോ എല്ലാരും പറയല്ലേ സത്യം എന്ന് പറയുന്ന ഒരു പെണ്ണാണ്. അപ്പൊ പെണ്ണ് എന്നൊരു ഇതില് നമ്മൾ കടക്കുമ്പോ എന്താണ്, അമ്മയും ഒരു പെണ്ണാണ്, പെങ്ങളും ഒരു പെണ്ണാണ്, നമ്മളെ ഈ ഭാര്യയായാലും പെണ്ണാണ്, കുട്ടിയായാലും പെണ്ണാണ്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോ ഇതിന്റെ സാധ്യക്കൂറ് എങ്ങനെയെന്ന് പറഞ്ഞാൽ ഈ ഭൂമി ശാസ്ത്രത്തിൽ എങ്ങനെ ഇരിക്കുന്നോ അതൊരു പീഠമാണ് നമ്മളിപ്പോ ഇരിക്കുന്നത്. അപ്പൊ ഇതാണ് ആദിശക്തി. അതായത് ഈ രൂപത്തിലാണ് ആദിശക്തിയുടെ രൂപങ്ങളാണ് ഇവിടെ ഇരിക്കുന്നത്. ഇവിടുത്തെ പ്രത്യേകം എന്ന് പറയുകയാണ് ഈ കുട്ടികൾ പഠിക്കാൻ എഴുത്ത് എഴുതില്ലേ അതിവിടെ എഴുതി കൊണ്ടുപോയാൽ അവൾ ജയിച്ചിരിക്കും. എത്രയോ പേര് ഇവിടെ പഠിക്കാനുള്ള എക്സാമ്പിൾ എഴുതുന്നവര് ഇവിടെ വന്ന് പേണ എന്നുള്ള കൊടുത്ത് പൂജ ചെയ്തുകൊണ്ട് പോയാൽ വിജയിച്ചിരിക്കും. അത് 100% നടന്നിട്ടുണ്ട്. അതാണ് പരാശക്തി എന്ന് ശക്തി. ആദിശക്തി ആദിപരാശക്തിയും വിളിക്കാം, നവസത്യനും വിളിക്കാം. ഇതിനുള്ള പ്രധാനം എന്ന് പറഞ്ഞാൽ ഈ അമ്മയ്ക്ക് മഞ്ഞൾ, പാല്, കുങ്കുമ അഭിഷേകമാണ് പ്രധാനം. നാഗരാജാവും നാഗേക്ഷമ്മയ്ക്ക് എന്താണ് ഐതിഹ്യം? ഇവിടത്തെ ചരിത്രം പറയുകയാണെങ്കിൽ നാഗമ്മ എന്ന് പറയുമ്പോൾ നമ്മള് രാഹുകേതു എന്ന് പറഞ്ഞ ഒരു മനുഷ്യന്റെ ഒരു ഉണ്ട്. 7 ഗ്രഹങ്ങളിൽ 9 ഗ്രഹങ്ങളിൽ 7 ഗ്രഹം എന്ന് പറയുന്നത് നിരന്തരമായിട്ട് നമ്മൾ കാണുന്നത്. സായാഗ്രഹം എന്ന് പറയുന്നതാണ് രാഹുകേതു. അപ്പം നമ്മൾ ഒരു മനുഷ്യനെ എപ്പോഴും നമ്മുടെ നട്ടിലിരിക്കുന്നില്ല ബാഗിൽ അതേപോലെ ഈ നാഗത്തിന്റെ ഒരു സ്വരൂപമാണ് നമ്മൾ എല്ലാവർക്കും ഉള്ളത്. അപ്പൊ രാഹു ഇല്ലാതെ ഒരു ഇതുമില്ല, കേതു ഇല്ലാതെ ജീവിക്കാൻ പറ്റൂല. അപ്പൊ സർപ്പം ഇപ്പൊ നമ്മൾ കണ്ടോണ്ടിരിക്കുകയല്ലേ, എപ്പോഴും നമ്മൾ കാണുക. അപ്പൊ ഈ ഇരിക്കുന്ന ഇടത്തിൽ കണ്ടു കഴിഞ്ഞാൽ അതിന് പ്രത്യേകമുണ്ട്. ചിലവര് പറയും നമ്മളിപ്പോ വണ്ടിയൊക്കെ ഇട്ട് പുറത്തേക്ക് ഇറങ്ങണത്, അപ്പൊ സർപ്പം വട്ടം പോയാൽ എന്താണ് അതിന്റെ? അത് ഈ ചിലര് ഈ ചരിത്രങ്ങൾ പറയുകയാണെങ്കിൽ പാമ്പ് പോകുന്നത് നല്ലതാണ്. അത് ഈ ചില സമയങ്ങളുണ്ട്. നമ്മൾ ഈ ഇറങ്ങുന്ന സമയവും അതിന്റെ സമയ തത്വമായിട്ട് പറയുമ്പോൾ ഈ നല്ല കാര്യത്തിൽ പോകുമ്പോൾ വേണ്ട എന്ന് പറയുന്നത് ഇടതുഭാഗത്തിന് വലതുഭാഗത്തിലേക്ക് പോകും, വലതുഭാഗത്തിന് ഇടതുഭാഗത്തിലേക്ക് പോകും. അപ്പൊ തന്നെ നമ്മൾ അതിനെ ശാസ്ത്രീയമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കും. വലതുഭാഗത്തിന് ഇടതുഭാഗത്ത് പോകുമ്പോൾ വലതുഭാഗത്തിലിരുന്ന് ഇടതുഭാഗത്തിലേക്ക് പോവുക നല്ലതായിരിക്കും. ഇടതുഭാഗത്തിൽ നിന്ന് സൈഡിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ അന്ന് ആ കാര്യം മാറ്റി വെച്ച് വരാം. അതിപ്പോ എല്ലാവരും ചെയ്യാറില്ല, അത് ചിലർക്കുണ്ട്, നന്മയാണ്. അതായത് സർപ്പം എന്ന് പറഞ്ഞാൽ ശക്തിയുള്ള ദൈവമാണ്. ഹിന്ദു ആചാരത്തിൽ എല്ലാ ഇതിലും ഉണ്ടല്ലോ സർപ്പം. നമുക്കില്ലെന്ന് പറയാനില്ലല്ലോ. എല്ലാ മതങ്ങളിലും ഉൾപ്പെട്ടതാണ് സർപ്പം. സർപ്പത്തിനെ ആരും തല്ലിക്കളയാറില്ല. പിന്നെ സർപ്പം വഴിപാട് നടത്തുന്നുണ്ട്. ആയില്യത്തിന് പൂജ, ആയില്യത്തിന് നമ്മൾ മഞ്ഞപ്പൊടി, അരിപ്പൊടി, പാല്, പനീര്, കറുമ്പ് ഇതിനെല്ലാം അഭിഷേകം ചെയ്യും. തേങ്ങാപ്പാൽ, പഴങ്ങൾ കൊടുത്തുകൊണ്ട് ചെയ്യും. പിന്നെ ഇതിന് മുട്ട വയ്ക്കുന്നുണ്ട് അവിടെ, അങ്ങനെ ഒരു ആചാരമുണ്ട് കേട്ടോ. അങ്ങനെ അതുപോലത്തെ ഇത് കൂവളത്തിനാണ്. ഇത് കൂവളം കണ്ടോ എങ്ങനെയായിരിക്കും? മരത്തിന്റെ നേരെ ഭഗവാന്റെ നേരെ മുമ്പിൽ ആ വെള്ളത്തോട് കൂടി, അതായത് ഈ സത്യപാറയുടെ നേരെ ഓപ്പോസിറ്റ് ആണ് ഈ കൂവളമരം നിൽക്കണം. ഇവിടെ ഭയങ്കര കാറ്റാട്ട്. ഇവിടെ വളരെ വിളക്ക് കണ്ടോണ്ടിരിക്കല്ലേ? വിളക്കിലേതുണ്ട്. ഞാൻ തമാശ പറഞ്ഞില്ല, വിളക്ക് ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര കാറ്റാണ് ഇവിടെ. സ്വാമി അതിന്റെ ഐതിഹ്യം എന്താണ്? ഇത് വന്നിട്ട് ഇതാണ് ഞാൻ ചോദിക്കണതല്ല, ഈ ഇത്ര വലിയ കാറ്റ് വന്നിട്ടും ഈ വിളക്കുകളൊന്നും കിടന്നില്ല, സത്യം വെച്ചിട്ടുമില്ല. സത്യം തെളിയുന്നല്ലേ? സത്യം എന്ന് പറയുന്ന ഒരു തെളിയും എന്ന് പറയുന്നല്ലേ? ഇപ്പൊ കോടതിയിൽ പറയുന്ന നീതി കൊടുത്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ എന്താണ്? ഉത്സവമാണ്.
അപ്പോൾ ഈ ഉച്ച വെയിലിലും ഈ കാറ്റടിച്ചാലും പണയില്ല. അതാണ് ഇതിന്റെ പവർ. അതാണ് പവർ. അതാ ദൈവം ഇവിടെ നമ്മൾ എപ്പോഴും ആശ്രയിച്ചുകൊണ്ടിരിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി. ഓക്കെ. ഇവിടെ എന്തു പറഞ്ഞാലും നമ്മൾ ആ കാര്യം സിദ്ധിയിരിക്കും. പക്ഷേ ഇപ്പോൾ ഞാൻ പ്രദേശത്തിൽ പറയുന്ന ജനങ്ങൾക്ക് ഉടൻ തന്നെ ഒരു കാര്യം സിദ്ധിയാവും എന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത്. നമ്മുടെ കർമ്മ അനുസരിച്ച് അത് ഭഗവാൻ നമുക്ക് കുറച്ച് തരും. ഇപ്പം കാണുന്നത് നമ്മൾ പരശുരാമരാണ്. പരശുരാമൻ. പരശുരാമൻ പരശുരാമൻ ശിവൻ തന്നെയാണല്ലേ? പരശുരാമൻ ശിവൻ തന്നെ. അപ്പൊ ഇതാണ് പരശുരാമന്റെ അല്ലെ സങ്കല്പം. ഇത് പരശുരാമർക്ക് പ്രത്യേകമായിട്ട് പരശുരാമൻ ഈ രൂപത്തിലടിക്കണം. ഈ രൂപം അല്ലെ ഭഗവാൻ. പരശുരാമർക്ക് ഇവിടെ പ്രത്യേകം എന്ന് പറയുകയാണെങ്കിൽ ഇവിടെ പൂജ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ തിരുവള്ളത്തിൽ പൂജ ചെയ്യില്ലേ, തിരുവള്ളത്തിൽ എന്താണ് അതേപോലെ ഇവിടെ ഹോമമുണ്ട്. മൃത്യുജോഹോമം എന്ന് പറയില്ലേ, അതിനെ ഇവിടെ ചെയ്തിരിക്കും. തിലഹോമം, മൃത്യുഹോമം. ാണ് ഭൈരവർക്ക് നമ്മൾ ചെയ്യേണ്ടത്. ഇത് ഭൈരവൻ അല്ലേ? ഭൈരവർക്ക് അഷ്ടമിയിൽ ചെയ്യാം പൂജ. അഷ്ടമി എന്ന് പറയുമ്പോൾ ഈ നമ്മൾ ഇപ്പോൾ ഒരു തേയ്മ്പര അഷ്ടമിയാണ് പ്രധാന ഘടകം. ഈ കർത്തവാവിന് ഒരു ആദ്യത്തെ വരുമ്പോൾ അഷ്ടമിയാണ്. ആ അഷ്ടമിയിൽ ഇവിടെ വന്നിട്ട് കുമ്പളങ്ങ മുറിച്ച് വെച്ച് അതിനെ പ്രശ്നം ചെയ്യുവാണെങ്കിൽ പേടി ഉണ്ടല്ലോ, കുട്ടികളുടെ പേടി, നമുക്കൊരു അസ്വസ്ഥ, നമ്മളൊരു പിന്നെ വസ്തു വിൽക്കുന്നു, നമുക്കൊരു വീട്ടിൽ ദാരിദ്ര്യമായിട്ടുള്ള വിഷയങ്ങൾ, ഇതെല്ലാം നമുക്ക് പറഞ്ഞ് ഇവിടെ പൂജ ചെയ്യാം. എന്താണ് സംഭവം? സങ്കടങ്ങൾ പറയല്ലോ. നമ്മളിപ്പോൾ ഒരു പീഡ എന്ന് പറയില്ല, പീഡ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ വീട്ടിൽ ദുഃഖങ്ങളെല്ലാം മാറുന്ന രീതിയിൽ നമ്മൾ ഏതൊരു കാര്യത്തിന് ഇറുക്കി പിടിക്കുകയാണെങ്കിൽ ഈ കലിയുഗത്തിൽ അതാ കാശിലിരിക്കുന്ന കാളഭൈരവർ എന്ന് പറയല്ലേ, അതിന്റെ ഒരു ചൈതന്യമാണ് ഇവിടെ ഇരിക്കുന്നത്. അത് മാത്രമല്ല, ഇതാണ് ഈ അമ്പലം ഇരിക്കുന്ന സ്ഥലം. ഇതൊരു മലയുടെ മുകളിലാണ് ഇതിരിക്കുന്നത് അല്ലേ? പറയാലോ, കൈലാസത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇപ്പൊ കാണുമ്പോ തന്നെ ഇത് എത്ര അടിയാണ് കണ്ട. പിന്നെ ഭയങ്കര കുളിയാണ്. ഇത് മറ്റേ എണ്ണപ്പന അതിന്റെ അപ്പുറം അതിന്റെ അപ്പുറം എണ്ണപ്പന ഫാക്ടറിയും അതൊക്കെ ഉണ്ട്. പിന്നെ അറിയാം നമുക്കുള്ളത്, നമുക്ക് ആ ദേവി ഇല്ലേ, ദേവി. ഇപ്പൊ അടുത്ത് പോകുന്നത് നമ്മൾ അത് വടക്ക് ദേവി, വടക്കിൽ. അപ്പൊ സ്വാമി ഇതാണ് മറ്റേ ദേവി അല്ലേ? വടക്ക് നോക്കി ഇരിക്കുന്ന ദേവി. മഹാസുപ്രഭതായ നമോ, മഹാകാളിയായ നമോ, മഹാവിരമകാളി നാമയെ സമർപ്പിക്കുന്നവനായ നമോ, സർവഭൂതായ നമോ, മഹാ വീരമഹാകാളി. ഇതാണ് ഇതിന്റെ ചരിത്രം പറയുകയാണെങ്കിൽ, ഇത് നമ്മൾ ഈ വടക്ക് നോക്കിയിരിക്കുന്ന ദേവിയെടുത്ത് നമ്മൾ എല്ലാ സങ്കല്പവും പറയാം. ഇത് അവിടെ തിരുമൂർത്തിയുടെ മുമ്പിൽ നമ്മൾ ഒന്നും പറയാനില്ല. അമ്മയെടുത്തേ പറയാൻ പറ്റും. ഇപ്പോൾ ഓടി വന്ന് ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആരുടെ അടുത്ത് ഓടി വരും? അമ്മയെടുത്ത്, അമ്മ ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അച്ഛനടുത്ത് ചെന്ന് പറയുമോ? ഇല്ല, പറയത്തില്ല. അപ്പോൾ ആദ്യം അമ്മയെടുത്ത് പറയും. അപ്പോൾ അമ്മയെടുത്ത് എന്തു പറഞ്ഞാലും ഉടൻ തന്നെ പരിഹാരം കണ്ടെത്തുന്നതാണ് നമ്മൾ ഈ ഇപ്പോൾ ഇരിക്കുന്നത്, ഇവിടുത്തെ ഇരിക്കുന്ന ദേവി പ്രധാനം. ഇവിടെ ഇരിക്കുന്ന എന്താണ്? കുട്ടികളില്ലാത്തവർ, പ്രശ്നങ്ങളിരിക്കുന്നവർ, അല്ലെങ്കിൽ സമ്പത്തിൻ്റെ പ്രശ്നങ്ങൾ, വീട് കെട്ടാനുള്ള പ്രശ്നങ്ങൾ, പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഇവിടെ വന്ന് പറയുന്നതെന്ന് അടുത്തവരെ കുറ്റം പറയാൻ പാടില്ല. നമുക്ക് എന്തോ വേണോ അമ്മയെടുത്ത് ചോദിക്കാം. അപ്പോൾ എനിക്ക് എന്താ വിശക്കുന്നു, അമ്മ എനിക്ക് ഇന്ന് തരണേ എന്ന് പറയുന്ന രീതിയിൽ അടുത്തവർക്ക് വേണ്ടി ഇവിടെ വേറെ പരിചൊല്ലി പൂജ ചെയ്യാതെ കാര്യം സാധിക്കാനുള്ള പൂജ ചെയ്താൽ നമ്മളാരും തന്നെ പ്രാർത്ഥിക്കും. നമുക്ക് വേണ്ടി ഒന്നും നമ്മൾ പറയരുത്. അവരുടെ അടുത്ത് മറ്റവരിങ്ങനെ പോകണം, നശിച്ചു പോട്ടെ, ഇങ്ങനെ പോകണം ഒരിക്കലും പറയാൻ നമ്മൾ അവകാശം നമുക്ക് ഇല്ല. അവർ നോക്കിക്കോളും, അവർക്കറിയാം ഏത് നമുക്ക് വന്നാലും അവർ നോക്കിക്കോട്ടെ എന്ന് ഇറുക്കി പിടിക്കുക. അപ്പം വളകൾ ഇവിടെ വള വന്നിട്ട് നമ്മൾ ഈ പെണ്ണുങ്ങൾ ഈ വളക്കാപ്പ് എന്ന് പറയില്ലേ, അതേപോലത്തെ കാലങ്ങളിൽ ഇവർ വള കൊണ്ടുപോകും, അമ്മയ്ക്ക് കുറെ വളകൾ കൊടുക്കും. ഇത് നമ്മൾ പൂജിച്ചിട്ട് ചിലർക്ക് കൊടുത്തു വിടും, കുട്ടികളില്ലാത്തവർക്ക്. പിന്നെ അങ്ങനെ വരുന്നവർ ചിലർക്ക് ഈ 2 വള അങ്ങ് കൊടുത്തു വിടും. മഞ്ഞപ്പൊടി, പാള്, അഭിഷേകം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടുത്തെ പ്രധാനം കണ്ട ദീപം എന്നാണ് തിരിഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇത്ര വലിയ കാറ്റുണ്ടായിട്ടും ദീപം ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതാണ് ഇവിടുത്തെ ഒരു ചൈതന്യം എന്നൊക്കെ പറയാം. വീരമഹാകാളിയുടെ അടുത്താണ് നമ്മൾ നിൽക്കുന്നത്. കുട്ടികൾ ഇല്ലാത്തവർക്ക് ഇവിടെ വന്ന് പ്രത്യേകമായിട്ട് നാരങ്ങ, വേപ്പില ഇതിനെ പൂജിച്ച് നമ്മൾ അവർക്ക് കൊടുക്കും. ഇത്ര ദിവസത്തേക്ക് കഴിച്ച് വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവർക്ക് എല്ലാ കാര്യങ്ങളും പരിഹാരം കണ്ടെത്തിക്കൊണ്ട് അവർക്ക് പൂജ ചെയ്ത് കൊടുക്കും. പരീക്ഷക്കൊക്കെ പരീക്ഷ എക്സാമ്പിൾ ഏതൊക്കെ വരുമ്പോൾ അതേപോലത്തെ യാഗമുണ്ട്. അമാവാസ്യയിലാണ് ഇവർക്ക് യാഗം നടത്തുന്നത്. രാത്രിയിൽ തുടങ്ങി വെളുപ്പറാവിലെ വരെ തീരണം, ബ്രഹ്മമുഹൂർത്തത്തിൽ തീരുണ്ട പൂജയാണ് മഹായാഗം എന്ന് പറയുന്നത്. സ്വാമി 20 വർഷമായല്ലേ? 20 വർഷമായി. പ്രത്യേകം സത്യയ്ക്ക് പൂജ ചെയ്ത് കൊടുക്കുമ്പോൾ നെല്ലിക്കണി കൊടുക്കുന്നു. നെല്ലിക്കണി പ്രധാനം നമുക്ക് എന്ന് പറഞ്ഞാൽ ഈ നെല്ലിക്കണി ഔവയാർ നമുക്ക്
മുരുകന് കൊടുത്തവർ പോലെ സത്യമാണ്. സത്യമില്ലാതെ മുരുകനില്ലല്ലോ. അപ്പോൾ സത്യക്ക് വേട് കൊടുത്തത് ആരാണ്? പറാസത്യല്ലേ. അതുപോലെ ഇവിടത്തെ നമുക്ക് പ്രധാനം നെല്ലിക്ക അഭിഷേകം ചെയ്ത് നമുക്ക് പ്രത്യേകം പൂജ ചെയ്ത് കൊടുക്കുക. നെല്ലിക്ക സങ്കല്പത്തിൽ വാങ്ങിച്ചു. നെല്ലിക്കാണ് ഇവിടുത്തെ വഴിപാട്. സങ്കല്പം പറയുകയാണെങ്കിൽ മള ദൈവങ്ങൾ പറയില്ലേ, പ്രകൃതിയിലെ പഞ്ചഭൂതങ്ങളെ കാത്തുവരുന്ന മളദൈവങ്ങളാണ്. ഇവിടുത്തെ പ്രധാനം പറയുകയാണെങ്കിൽ മുറുക്കം വയ്ക്കുന്നതാണ്. മുറുക്കം വെച്ച് പായസ വഴിപാട് നടത്തും. പിന്നെ നമുക്ക് ഇവിടെ പ്രധാനം എന്ന് പറയുമ്പോൾ ഈ പിന്നെ ഏവൾ ദിഷ്ടികൾ എന്ന് പറയില്ലേ, അവർക്ക് വേണ്ടി നമ്മൾ നാരങ്ങ മുറിച്ച് മാറ്റിക്കൊണ്ട് മളപ്പനെ ഒരു ദീപം തെളിയിച്ച് നമ്മുടെ പായസ വഴിപാടും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ചെയ്യും. കല്ലും കഞ്ചാവും മറ്റൊക്കെ പണ്ട് ആചാരത്തിൽ. ഇപ്പം നമുക്ക് മദ്യം വെച്ച് ഭഗവാനെ പൂജിക്കും. അതാണ് മളപ്പൻ. ആദ്യം നമ്മൾ ഈ മുള്ളിൽ കയറുന്ന മുമ്പേ ഇവിടുത്തെ പൂജ തന്നിട്ട് ശേഷമാണ് നമ്മൾ അകത്ത് കയറി ശിവനെ പൂജിക്കുന്നത്. പ്രധാന മളപ്പനും ആദ്യം പൂജിക്കുക, എന്നിട്ട് വേണം അതിനെ ഉള്ളിൽ കിടക്കണം. പിന്നെ ഇതില് ചുറ്റുവട്ടാരത്തിൽ ഗിരിവളം വരാം. ഗിരിവളം ഇത് പൗർണമി കർത്തവാവിലേക്ക് ഗിരിവളം വന്ന് ഇവിടെ വന്ന് വിളക്കെത്തിച്ച് പോവുകയാണെങ്കിൽ അവൻ ഈ ധന്യനാണ്. ഈ ഭൂമിയിലേക്ക് വരാനുള്ള ബ്രഹ്മചിത്വം എന്ന് പറയില്ലേ, അതെന്താ സംഭവം? ഈ ഗിരിവളം എന്ന് പറയുന്നത് ഈ തിരുമൂർത്തിയിൽ ഇരിക്കുന്ന സ്ഥലത്തിൽ നമ്മൾ ഗിരിവളം വരുന്നത് അപൂർവമാണ്. നമ്മുടെ ആരോഗ്യത്തിനെയും നമ്മുടെ വീട്ടു സമ്പത്ത് കാര്യങ്ങൾ എല്ലാത്തിനും സിദ്ധിയാകുന്നതാണ് ഗിരിവളം എന്ന് പറയുന്നത്. അത് ഈ പൗർണമി വെളുത്തവാവിലാണ് ഗിരിവളം വരുന്നത്. തിരുവണ്ണാമലയിൽ വരികയല്ലേ, അതേപോലെ ഇങ്ങനെ തുടക്കം ഇരിക്കുകയാണ്. അപ്പോൾ ജനങ്ങൾ ഇങ്ങനെ വന്ന് ചെയ്താൽ റോഡ് സൗകര്യങ്ങളെല്ലാം ഉണ്ട്, എല്ലാവർക്കും ഐശ്വര്യം കിട്ടും തീർച്ചയായിട്ടും. അവർ അത് പറഞ്ഞാൽ അവരവരുടെ കർമാവൊക്കെ അനുസരിച്ച് ഇവിടെ ബലം എത്തും, ഉറപ്പാണ്. ഇവിടെ വന്ന് നമ്മൾ പൂജ ചെയ്ത് പോവുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. അതാണ് മലപ്പന്റെ ഒരു ചർമ്മം. അപ്പൊ എന്തായാലും നമ്മുടെ സ്വാമിയുടെ പരിപാടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. സ്വാമിയും നമ്മുടെ സ്വയംഭൂവായ ശിവനും ഇവിടെയുണ്ട്. സ്വാമി മഹർഷിമാരുടെയൊക്കെ ആചാരങ്ങളാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അനേകം മാറാരോഗങ്ങൾ മാറാനുള്ള മരുന്നും ഇദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്. അപ്പൊ നമ്മൾ ഇവിടുന്ന് നേരെ പോകുന്നത് സ്വാമിയുടെ വീട്ടിലോട്ടാണ്. ഓം നമ ശിവായ, ഓം അഗസീശ്വരായേ നമ ശിവായ, ഓം ഗുരുവേ നമഃ. ഈ സത്യപ്പാറ ക്ഷേത്രത്തിലെ ഇന്നത്തെ പൂജ നടന്ന് നമുക്കെല്ലാം ജനങ്ങൾക്ക് ഒരു അപേക്ഷ തരുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, നിങ്ങളെല്ലാം ഇവിടെ വന്ന് ഭഗവാന്റെ മുമ്പിൽ പ്രാർത്ഥന ചെയ്യുക. നിങ്ങളുടെ എല്ലാ ഇതുകളും മാറിക്കിട്ടട്ടെ എന്ന് ഒരു പ്രാർത്ഥന കൂടി ഈ സത്യപ്പാറ മഹാദേവരുടെ മുമ്പിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി, ലോക ജനങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥന വെക്കുകയാണ്. നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഇരിക്കുന്നത് ഇവിടെ എന്ന് സന്ദേശം പറയുകയാണ്. സ്വയംഭായിട്ടിരിക്കുന്ന ഭഗവാനക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനയും കാര്യങ്ങളും ഞാൻ ചെയ്തിരിക്കും, ഉറപ്പാണ്.